ഇന്ന് നമ്മൾ രാത്രിയിലത്തേക്ക് ഡിന്നർ പ്ലാൻ ചെയ്തിരിക്കുന്നത് കപ്പക്കിഴങ്ങും അതുപോലെ തന്നെ മുളക് ചമ്മന്തിയുമാണ്. അപ്പോൾ ഇവിടെ എനിക്കും അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് കപ്പക്കിഴങ്ങ്. കുറച്ച് മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുക്കറിൻ്റെ അടിയിൽ വഷ്ണയില ഇടുന്നത്. ഇവിടെയൊക്കെ വഷ്ണയില എന്നാണ് പറയുന്നത്, ബാക്കിയുള്ളിടത്ത് എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. ചിലടത്ത് വഴണയില അങ്ങനെയൊക്കെ എന്തോ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വഷ്ണയില എന്നാണ് എന്തായാലും പറയുന്നത്. അപ്പോൾ നമ്മൾ കപ്പക്കിഴങ്ങ്, അതുപോലെ തന്നെ പാകത്തിന് ഉപ്പ്, അതുപോലെ തന്നെ പാകത്തിന് വെള്ളം, ഇത്രയും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ഇതിനധിക സമയമൊന്നും വേണ്ട വേവാൻ വേണ്ടിയിട്ട്. ഇവിടെ എനിക്കും അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ നാടൻ സാധനങ്ങളൊക്കെ, ചേന, കാച്ചിൽ, ചീനി, ചേമ്പ്, അതൊക്കെ. അപ്പോൾ നമ്മൾ പാകത്തിന് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് നമുക്ക് വേവാൻ വേണ്ടിയിട്ട് വെക്കാം. ആ സമയത്തേക്ക് നമുക്ക് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ചമ്മന്തി ഉണ്ടാക്കുകയാണ്. ഇതിന് ചമ്മന്തി എന്ന് പറയാമോ എന്നറിയില്ല, എന്നാലും കൊച്ചുള്ളിയും അതുപോലെ തന്നെ കാന്താരിയും കൂടെ നമ്മൾ മിക്സിക്കത്തിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിരിക്കുകയാണ്. നേരത്തെയൊക്കെ അത് നമ്മൾ കല്ലിൽ ചതച്ചെടുക്കുമായിരുന്നു ചെയ്യുന്നത്. ഇപ്പം ജസ്റ്റ് മിക്സിക്കത്തിൽ എളുപ്പത്തിന് വേണ്ടി മിക്സിക്കത്തിൽ നമ്മൾ അടിച്ചെടുത്തു എന്നേ ഉള്ളൂ. പാകത്തിന് ഉപ്പും വെളിച്ചെണ്ണയും ഇത്രയും ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തു. അപ്പോൾ ഇതിവിടുത്തെ ഒരു ഫേവറേറ്റ് ചമ്മന്തിയാണ്. നമ്മൾ ചീനി ഉണ്ടാക്കിയാലും കാച്ചിൽ, ചേമ്പ്, ഇതിൻ്റെ കൂടെ എല്ലാം ഇത് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഒരു വിസിൽ വന്ന് സിമ്മിലിട്ടിട്ട് നമ്മൾ 2 വിസിലും കൂടെ വേണം ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട്. ഒരു വിസിൽ വന്ന് സിമ്മിലിട്ട് 2 വിസിലും കൂടെ. അപ്പോൾ ഇത് സെറ്റാവും. അങ്ങനെ കിട്ടിയ സാധനമാണ് നമ്മളിപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കപ്പക്കിഴങ്ങ് റെഡി ആയിട്ടുണ്ട്. അടിയിൽ കുറച്ച് വെള്ളമുണ്ട്. വെള്ളം ഒഴിച്ചപ്പോഴേ ശകലം കൂടിയോ എന്നൊരു ഡൗട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല. കപ്പക്കിഴങ്ങ് വന്നു, ചമ്മന്തി വന്നു,